സെൽഫ് ഇംപ്രൂവ്മെന്റിന് നമ്മെ സഹായിക്കുന്ന ഒരു ജാപ്പനീസ് മെത്തേഡാണ് കൈസൻ. അധികം എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സിമ്പിൾ ആക്ഷൻസിലൂടെ നമ്മുടെ ലൈഫിൽ പല മേഖലകളിലും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന ആശയമാണ് കൈസൻ മുന്നോട്ട് വയ്ക്കുന്നത്. കൈസൻ നമ്മോട് ഒരിക്കലും വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻസോ ഡിസിപ്ലിൻസോ ചാലഞ്ചസോ ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. കൈസൻ പറയുന്നത് നിങ്ങൾ ഇന്നലത്തെ അപേക്ഷിച്ച് ജസ്റ്റ് 1% ഇംപ്രൂവ് ആയാൽ മാത്രം മതി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ഇത് ശരിക്കും വളരെ പവർഫുൾ ആയൊരു മെത്തേഡാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഓരോ ദിവസവും 1% ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ആദ്യമുള്ളതിനേക്കാൾ കോമ്പൗണ്ടിങ്ങിലൂടെ 37 ഇരട്ടി ബെറ്റർ ആകും എന്നാണ് കൈസൻ പറയുന്നത്. ഇനി നമുക്ക് കൈസന് പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നോക്കാം. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസിനെ നാച്ചുറലി ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സഡൻ ചേഞ്ചസിനെ ബ്രെയിൻ ഒരു ത്രെട്ടായിട്ട് കാണുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുകയാണ്, നാളെ മുതൽ നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുന്നു, അല്ലെങ്കിൽ നാളെ നിങ്ങൾ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഇത് നിങ്ങളുടെ നോർമൽ ലൈഫിനെ അപേക്ഷിച്ച് ഒരു സഡൻ ചേഞ്ച് ആണ്. ഇത്തരത്തിലുള്ള സഡൻ ചേഞ്ചിനെ ബ്രെയിൻ ഒരു ത്രെട്ടായിട്ട് കണ്ട് റെസിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ ചെയ്യുന്നതിനുള്ള മോട്ടിവേഷൻ നഷ്ടപ്പെടുകയും ആ ഒരു ആക്ഷനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്നാൽ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കൈസൻ ഉപയോഗിച്ച് സാധിക്കും. കൈസൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എഫേർട്ട്ലെസ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യാനാണ്. ഇത്തരത്തിലുള്ള ആക്ഷൻസ് ബ്രെയിനിൽ ഒരിക്കലും ഫിയർ റെസ്പോൺസ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആക്ഷൻസിനെതിരെ ബ്രെയിൻ ഒരിക്കലും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള സിമ്പിൾ ആക്ഷൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു പുതിയ ചേഞ്ചിനോട് അഡാപ്റ്റ് ആകുന്നു. അതിന്റെ ഫലമായി തന്നെ ബ്രെയിനിൽ കൂടുതൽ ആക്ഷൻസ് ചെയ്യുന്നതിനുള്ള ഒരു മൊമെന്റം ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ആക്ഷൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന കൺസെപ്റ്റും കൈസൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റിപ്പീറ്റേഷനിലൂടെ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്രെയിനിന്റെ കഴിവിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കൈസൻ മെത്തേഡ് പ്രകാരം കൺസിസ്റ്റന്റ് ആയിട്ട് സിമ്പിൾ ആക്ഷൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന പുതിയ ന്യൂറൽ പാത്വേസ് പുതിയ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ ബ്രെയിനെ സഹായിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ആ ഒരു സമയത്ത് ജപ്പാനിലെ പല കമ്പനികളും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്തെടുക്കുന്നതിന് ഈ ഒരു കൈസൻ എന്ന മെത്തേഡ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കമ്പനികളിൽ സിഇഒ മുതൽ ഫാക്ടറി എംപ്ലോയി വരെ ഓരോ ദിവസവും തന്റെ വർക്ക് 1% വീതം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇനി കൈസൻ ഫിലോസഫി എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൈസൻ പ്രകാരം വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള സിമ്പിൾ ആക്ഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരു സക്സസ് ഫീല് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഒരു സക്സസ് ഫീല് നമ്മളെ കൂടുതൽ ആക്ഷൻസ് ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ പഴയ ഐഡന്റിറ്റി മാറ്റി പുതിയ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഒരു കൈസൻ മെത്തേഡ് നമ്മെ സഹായിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു കൈസൻ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖല ഏതാണോ ആ ഒരു മേഖല കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഫോക്കസ് ആയിരിക്കാം. ആ ഒരു മേഖല ഏതാണെന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതോടൊപ്പം തന്നെ 1% ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കുക. ഇത്തരത്തിലാണ് കൈസൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.